ഇപ്പോൾ ഇതിലിരിക്കുന്ന കലാകാരന്മാരില്ലേ സിനാജ് ഞാൻ പണ്ട് ഈ ഇവിടുത്തെ മൂലയിലൊക്കെ ഒരുവിധം ബോർഡുകൾ എഴുതാൻ അല്ലേ ബോർഡ് എഴുതാനായിട്ട് ഏറ്റവും ലാസ്റ്റ് എഴുതി നിർത്തിയത് സാക്ഷരത അതിൽ തന്നെ സാക്ഷരതയായി എനിക്ക് അതാണ് ഏറ്റവും അവസാനം എഴുതി നിർത്തിയത് ബോർഡുകളൊക്കെ പിന്നെ അതേമാതിരി ഒരു കട്ട് പീസ് സെൻറ്റർ അലി പ്രദേശ് എന്ന് പറഞ്ഞ കട്ട് പീസ് സെൻറ്റർ അതിനൊക്കെ ഞാൻ എഴുതാറ് അത് ഇലക്ഷന് മൊത്തം എഴുത്താണ് പരിപാടി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇലക്ഷൻ ഒരുപാട് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ തലയിലെഴുത്ത് ഇപ്പോഴും നന്നായി എന്ന് പറഞ്ഞ മാതിരിയാണ് കലാകാരന്മാർക്ക് ഒരുപാട് മിമിക്രി കലാകാരന്മാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് അപ്പം നാദർഷ മനോഹരമായിട്ട് പാടും ഷാജോൻ പാടും പിന്നെ പ്രജോദ് പാടും മാർട്ടിൻ പാടും രാജസാഹിബ് പാടും അങ്ങനെ മിമിക്രി കലാകാരന്മാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് സത്യം മണിയടിച്ചു സിനാജിൻ്റെ ഏറ്റവും ഒരു ഇത് തോന്നിയത് സിനാജ് പാടുക തന്നെയല്ല പ്രകാശ് രാജ് നന്നായിട്ട് കാണിക്കില്ലേ എനിക്ക് വിക്രം 2 വർഷത്തിൽ അഭിനയിച്ച എൻ്റെ ചെറിയൊരു പോഷൻ കാണിക്കാമോ ഒന്ന് കാണിക്കാം അവൻ 2 തെലുങ്കോളം മലയാളത്തിലേക്ക് ഞാൻ ഡബ് ചെയ്തു പ്രകാശ് രാജിനെ ഡബ് ചെയ്തേക്കണം ഒന്ന് ടാർജറ്റ് ഒന്ന് ബാഡ് ബോയ്സ് എൻ്റെ പടം കുറേ ഡബ് ചെയ്തിട്ടുണ്ട് ഇത് മറുമലർച്ചി എൻ്റെ പടം ഇത് ചെയ്തേക്കണം ഇപ്പടുത്ത് ഇപ്പോൾ ചെയ്ത പുറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവ് അത് കണ്ണിനും കണ്ണാടി തമിഴ് ഡബ് ചെയ്തു ഇനി എൻ്റെ വോയിസ് കണ്ട മറിച്ചാണ് ദ്രോങ്ങള് കണ്ട നമുക്ക് 10 ഉറുപ്പിക കിട്ടണില്ല ഉണ്ടാക്കാന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരിപാടി കാശൊക്കെ തന്നവര് തന്നു വണ്ടിക്കാശും വീട്ടിൽ പോകാനുള്ള കാശ് മാത്രം നമുക്കെന്ന് പറഞ്ഞാൽ അത് കാശ് കിട്ടുന്നതല്ല മണിച്ചേട്ടാ മണിച്ചേട്ടന് വോയിസ് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വപ്ന തുല്യമായിട്ടുള്ള എനിക്ക് ആ ശബ്ദം ഒന്ന് కానికాము చలం ఐ లవ్ యూ ஆளமாட்டே ஆளனா துக்கோளி கோவம் கொதிச்சிடும் களைஞ்சக்கூடாது மனசுக்குள்ள தேக்கு வச்சிருக்கு இல்லை பல்ல கடிச்சு மட்டும் மோவனை சாவடிக்கணும் ஏய் நானே இப்போ நடிச்சு கட்டுறேன் மோவனை சக்கரை அடிக்கணும் ஏய் காமலாட்டி உனக்கு தைரியம் இருந்தா என்னை ஒன்றும் பண்ணிடாது ஓ சொல்றா பெருமையில சத்தியவங்க அந்த 5 கொலையும் நான் பண்ணது நான் தான் என்னை வெளிவிடுங்க அம்பை வெளிவிடுற மவனே என்றா எம்ஜிஆர் பாத்திரக்க சிவாஜி பாத்திரம் ஏரிய பாத்திரம் கமலா பாத்திரம் குரூப் முன்னாடி பார்க்கவே ശരിക്കും തമിഴ് അറിയാം ശരിക്കും തമിഴ് ഇല്ല അങ്ങനെ അറിയത്തില്ല എന്നാലും തമിഴ് സിനിമ കണ്ടുള്ള ആ ഒരു പരിചയം അല്ല അതുള്ളൂ പിന്നെ ഇത് കൂടാണ്ട് സിനിമ താരങ്ങളിൽ കമലഹാസൻ ദശാവതാരം അതെ ആ ജുറാസിക് പാർക്ക് ചെറിയ ജീവി ചിടുങ്ങ് കാട്ടിക്കൂടെ പോകുമ്പോൾ ഇയാൾ സ്റ്റിക്ക് എടുത്തെറിയുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു ആ ഒരു ആക്ഷൻ ശബ്ദം കേട്ടോ ശരിക്കും ഇല്ലേ ശരി പണ്ടൊക്കെ നമ്മൾ മിമിക്രിയിൽ കുതിര പോണ ശബ്ദം കേൾപ്പിക്കാറുണ്ട് അത് കുതിര എന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു പണ്ടത്തെ ഇതിപ്പോൾ ഒരു കുതിര അല്ലെങ്കിൽ ഒരു കൂട്ടം കുതിര വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ എങ്ങനെ ഇരിക്കും ശബ്ദം കുറേ കുതിര ഒന്ന് കാണിക്കാമോ അയ്യോ അല്ല ഞാൻ പറഞ്ഞ് കുറേ കുതിര വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ എനിക്കറിയില്ല ഇത് സിനാജ് കാണിച്ചിട്ട് ദൊര മൂത്തിട്ട് കൊതി മൂത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും കുതിര പിടിപ്പേ അറിയോ ഇത് പറഞ്ഞപ്പോൾ വേറെ കുതിരകളുടെ ഒരു സംഭവമുണ്ട് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും പിന്നെ ഇംഗ്ലീഷ് പടത്തിലും കുതിരകൾ പോകുന്നത് അതൊന്നും ശബ്ദം നമ്മൾ പഴയ മലയാള സിനിമയിൽ മണിച്ചേരൻ പറഞ്ഞാൽ തന്നെ പഴയ മലയാള സിനിമ കുതിര ഒരു ഡീറ്റെയിൽസ് എഫക്റ്റോ അങ്ങനെ സാധനമൊന്നുമില്ല. എൻ്റെ ശരിയായിട്ട് ചെറിയ സാധനം ഉണ്ട് ഉള്ളത്. അപ്പോൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒരു ഇംഗ്ലീഷ് പടത്തില്ലേ ഒരു തമിഴ് സിനിമയിലാണെങ്കിൽ
ഈ വഴി തനി വഴി കുതിരയ്ക്ക് വരെ ആ ഒരു തമിഴിന് ചായ കിടക്കാനുള്ളത്. എന്തായാലും നന്നായി, ഉഗ്രനായിരുന്നു.